ഇരട്ടയാർ പഞ്ചായത്തിലെ 24 ഹരിതകർമ്മ സേനാംഗങ്ങൾ വാതിൽപ്പടി സേവനത്തിലൂടെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഉൾപ്പെടെ അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കും. അത് പഞ്ചായത്തിനോട് ചേർന്നുള്ള RRFിലും MCFിലും എത്തിച്ച് 24 വിഭാഗങ്ങളായി വേർതിരിക്കും. ഇതാണ് ഇരട്ടയാർ പഞ്ചായത്തിന്റെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ. ഹരിതകർമ്മ സേനാംഗങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ എത്തിക്കും. പിന്നീട് തരംതിരിക്കുന്ന പ്രക്രിയ നടക്കുന്ന സ്ഥലം അതാണ് ഇത്. ബെയിലിംഗ് യൂണിറ്റുകളുടെ സഹായത്തോടെ മാലിന്യങ്ങൾ അമർത്തി ഒതുക്കി കെട്ടുകളാക്കും. പിന്നീട് അവ സംസ്കരണത്തിനായി സ്വകാര്യ ഏജൻസികൾക്കും റീസൈക്ലിംഗ് കമ്പനികൾക്കും കൈമാറും. 5 വർഷമായിട്ട് ഞങ്ങൾ പഞ്ചായത്തിന്റെ മെമ്പർമാരുടെയൊക്കെ കഠിനമായ പ്രയത്നം കൊണ്ട് നമുക്ക് പഞ്ചായത്ത് നമ്പർ 1 സാധിച്ചിട്ടുണ്ട്. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിച്ചു. എക്കണോമിക് സർവേയിൽ നമ്മുടെ പേര് വന്നു. നമ്മുടെ ഹരിതകർമ്മ സേനാംഗം നിലയിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വരുമാനം വർദ്ധിച്ചു. എല്ലാവരും ഞങ്ങൾക്ക് നല്ല സഹകരണമാണ്. 99% യൂസർഫീ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങൾ മുൻപന്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഇരട്ടയാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ രീതിയെപ്പറ്റി പരാമർശിച്ചിരുന്നു. ഇതിനകത്ത് ഭരണസമിതി അംഗങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നു. 14 മെമ്പർമാരും അവിടെ LDFO അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള കക്ഷി രാഷ്ട്രീയമൊന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മുന്നേറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത്. മാത്രമല്ല നമ്മുടെ വ്യാപാരികൾ, അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ തൊഴിലാളി മേഖലയിലുള്ള സുഹൃത്തുക്കൾ, ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ രംഗത്ത് നമുക്ക് മുന്നേറ്റം കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ മറ്റൊന്ന് നമ്മുടെ ഒരു പഞ്ചായത്തിന് എടുത്തു പറയേണ്ടത് ലെഗസി വേസ്റ്റ് നമുക്കില്ല എന്നതാണ്. മറ്റു പഞ്ചായത്തുകളിലൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് ലെഗസി വേസ്റ്റ് കയറ്റിവിടുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാതെ ലെഗസി വേസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ ഓരോ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും തരം തിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന വഴി നമുക്ക് കൂടുതലായി വരുമാനം കൊണ്ടുവരുന്നുണ്ട്. മാലിന്യ ശേഖരണത്തിൽ നിന്ന് ലഭിക്കുന്ന ചില്ലുകുപ്പികളും പഞ്ചായത്ത് സംസ്കരണത്തിനായി നൽകി പണമാക്കും. 5 വർഷം കൊണ്ട് 5000 ടണ്ണോളം പ്ലാസ്റ്റിക്കും 62 ടൺ ചില്ലുമാണ് പഞ്ചായത്ത് വിറ്റ് കാശാക്കിയത്. ഇതിലൂടെ 32 ലക്ഷം രൂപയുടെ വരുമാനമുണ്ടാക്കി. പ്രതിമാസം 2.5 ലക്ഷം രൂപയോളം ഉപഭോക്തൃ ഫീസ് ഇനത്തിലും ലഭിക്കും. ജൈവമാലിന്യം സംഭരിച്ച് തൂമ്പൂർ മൂഴി, വിൻഡ്രോ കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവ വഴി ജൈവ വളമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇരട്ടയാർ പഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ജൈവവളങ്ങൾ പഞ്ചായത്തിന്റെ സ്വന്തം പേരിൽ തന്നെ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമവും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.